അമ്മയാണ് വൈജ എന്നുള്ള സത്യം എല്ലാവർക്കും മുൻപിൽ അലീന തുറന്നു പറയുന്നൊരു കാഴ്ച നമുക്ക് നാളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ വൈജയാണെങ്കിൽ ബബിതയോട് മാത്രം പറഞ്ഞുകൊണ്ട് പടിയിറങ്ങിപ്പോയിരിക്കുന്നതാണല്ലോ കാണാനായിട്ട് കഴിയുക. ഇതേ സമയം അലീനയും രോഹിത്തും വരുമ്പോൾ നമ്മുടെ ബബിതയാണെങ്കിൽ ഈ കാര്യം തന്നെ അവരോട് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് അമ്മ പോയി എന്നും അമ്മയെ തനിക്ക് തടയാനായിട്ട് കഴിഞ്ഞില്ല എന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. മോളെ എങ്ങടാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ മിക്കവാറും കൊല്ലപ്പള്ളിയിലേക്കായിരിക്കും പോയത് എന്ന് പറയുന്നു. എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം എല്ലാവരും കൂടി പോകുന്ന ആ സമയം നമ്മുടെ ബബിത പറയുന്നുണ്ട്, ചേച്ചിയും കൂടി വരണോ? ചേച്ചി വരുന്നത് നല്ല രീതിയിൽ തന്നെ അമ്മയ്ക്ക് ദേഷ്യം പിടിപ്പിക്കും. അമ്മ തിരിച്ചു വരുമോ എന്നൊന്നും ഉറപ്പും കൂടിയില്ല എന്ന് പറയുമ്പോൾ, ഞാൻ വരാം മോളെ, ഞാൻ വരുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത്. വന്നില്ലെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. എന്താ കാരണം, ഞാൻ തന്നെയാണോ എന്നൊക്കെ നമുക്കറിയാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വരുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. അങ്ങനെ മനുവിൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ച് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയെ കണ്ടതും വൈജയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ രോക്ഷാകുലരാകുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി പൊട്ടിത്തെറിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ ബബിത പറയുന്നുണ്ട്, രോഹിത്ത് പറയുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മ ഞങ്ങളുടെ കൂടെ മര്യാദയ്ക്ക് വരാനായിട്ട് നോക്ക് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നിങ്ങളുടെ കൂടെയൊന്നും വരാനായിട്ട് പറ്റില്ല. വരണമെങ്കിൽ ബാലചന്ദ്രൻ വന്ന് കാല് പിടിക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ വൈദ്യരുടെ അടുത്ത് രോഹിത്ത് പറയുന്നുണ്ട്, അതെന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല. അച്ഛൻ വന്ന് അമ്മയുടെ കാല് പിടിക്കുന്നൊന്നും ഉറപ്പൊന്നും പറയാനായിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ഇതേ സമയമാണെങ്കിൽ മാത്രമല്ല, അലീന എന്ന നാശം പിടിച്ചവൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്നും പോയിരിക്കണമെന്നിങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. ഒടുവിലതാ അലീനയാണെങ്കിൽ വൈജയന്തിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാനാണ് മാഡത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ പോയിക്കോളാമെന്ന്. അതിനു മുമ്പ് മാഡം അറിയേണ്ട ഒരു രഹസ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അലീന താൻ ആരാണ് എന്നുള്ള സത്യം വൈജയന്തിക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതായത്, വൈജയന്തി മാഡം, നിങ്ങൾ എന്നെ ഇതുവരെ ഒരു സർവൻ്റായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അകറ്റി നിർത്തുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ കാര്യം കേട്ടുകൊള്ളൂ. സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ സാറ് എൻ്റെ അച്ഛനൊന്നുമല്ല. സത്യത്തിൽ നിങ്ങളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നു. ഇതേ സമയം വൈജയന്തിയും നമ്മുടെ കമലയും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്, രോഹിത്തും ബബിതയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബബിത ആകെ ഞെട്ടിത്തെറിച്ചുകൊണ്ട്, അപ്പോൾ അലീന ചേച്ചി അമ്മയുടെ മോളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതേ സമയം കൃഷ്ണയും പറയുന്നുണ്ട്, അതേ ചേച്ചി, അത് സത്യം തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയൂട്ടോ. അപ്പോഴാണെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കൊണ്ട് തന്നെ വൈജയുടെ തെറ്റ് മനസ്സിലാക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് നാളെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്